ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡിനെ പറ്റി പഠിച്ചു. അത് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സായ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റിയും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരെണ്ണം മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അപ്പോൾ ഈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെ എക്സാമിന് മേ ബി ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമായ GMAW എന്നായിരിക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്യുന്നത്. ഇതേ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്നും പറയാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്നും ചോദിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമായ MIG വെൽഡിംഗ് എന്നതിനെ പറ്റിയും ചോദിക്കാം. അപ്പോൾ ഈ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങും ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങും ഇത് രണ്ടും ബേസിക്കലി സെയിം തന്നെയാണ്. സത്യം പറഞ്ഞാൽ പല ടെക്സ്റ്റ് ബുക്കിലും ഈ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്നാണ് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. ഈ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമും കൂടെ ശ്രദ്ധിച്ച് നോക്കി വയ്ക്കുക. എക്സാമിന് മേ ബി ഷോർട്ട് ഫോം വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് MIG വെൽഡിംഗ് എന്നായിരിക്കും എക്സാമിനൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഫിഗർ വരയ്ക്കുക, അതിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസും കൂടെ ലിസ്റ്റ് ചെയ്യണം. അപ്പം 10 മാർക്കിന് ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിന് നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗറാണ് ഇതാ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ മുമ്പ് പഠിച്ച ഒരു പ്രോസസ്സിൻ്റെ ഫിഗറുമായിട്ട് ഒരുപാട് സിമിലറായ ഒരു ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതെവിടെയാണ് പഠിച്ചത്? ഇതുപോലത്തെ ഒരു ഫിഗർ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചായിരുന്നു. അത് ഏതിനാണെന്ന് വെച്ചാൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിന്. ഇത് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് TIG ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ച അതേ ഫിഗർ തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു മോഡിഫൈഡ് ഫോമാണെന്ന് പറയാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇനേർട്ട് ഗ്യാസ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫിഗറാണ്, സിമിലർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. അതായത് നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡാണ്. അതായത് ഫിക്സഡ് ലെങ്ത് ആയിരിക്കും ആ ഇലക്ട്രോഡിനുള്ളത്. അതിന് പകരം ഈ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് അതിലോട്ട് വരുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ലെങ്തിലുള്ള ഇലക്ട്രോഡ് ആയിരിക്കത്തില്ല. അതൊരു കൺസ്യൂമബിൾ ഇലക്ട്രോഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആയതുകൊണ്ട് തന്നെ എൻഡ്ലെസ്, അതായത് വളരെ ലെങ്തി ആയിട്ടുള്ള ഇലക്ട്രോഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും ഇലക്ട്രോഡിൻ്റെ ഇത്രയും പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ആക്ച്വലി ഇത് 2 റോളേഴ്സാണ്. ആ റോളേഴ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ഇലക്ട്രോഡ് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഇലക്ട്രോഡ് ഞാൻ ഇതുവരെ ഈ ഫിഗറിൽ ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, അത് വളരെ ലെങ്തിൽ അങ്ങ് മുകളിലോട്ട് പോയിരിക്കും. അതിൽ നിന്ന് ഈ ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച്, അതായത് ഇലക്ട്രോഡിൻ്റെ ലെങ്ത് കുറയുന്നതനുസരിച്ച് ഈ റോളേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് ഈ ഇലക്ട്രോഡ് വയർ താഴോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഇലക്ട്രോഡ് വയർ ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് ബേസിക്കലി ഇലക്ട്രോഡ് എന്ന് പറയത്തില്ല, ഇലക്ട്രോഡ് വയർ എന്നാണ് പറയുന്നത്. ഇലക്ട്രോഡ് റോഡ് എന്ന് പറയാറില്ല, ഇലക്ട്രോഡ് വയർ എന്നാണ് പറയുന്നത്. അതായത് ഡയമീറ്റർ കുറഞ്ഞ ഒരു വയറാണ് ഇവിടെ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വയർ എന്ന് പറഞ്ഞാൽ അതാണ് മെൽറ്റ് ചെയ്ത് ഇവിടെ വെൽഡ് ജോയിൻറ്റിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് ജോയിൻറ്റ് ഫോമായി വരുന്നത്. അപ്പോൾ ആ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ്, ആ റോഡിന് പകരം ഇലക്ട്രോഡ് വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ മേ ബി 1 mm മുതൽ 6 mm 7 mm അത്രയും തിക്നെസ്സിലുള്ള വയറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ വൈൻഡ് ചെയ്ത് ചുറ്റി വെച്ചിരിക്കും. അത് കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച്, ലെങ്ത് കുറയുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് റോളേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് അത് താഴോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് ഈ വയർ താഴോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്രയും ഫാസ്റ്റായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ വയർ താഴോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വയറിൻ്റെ ഡയമീറ്റർ ഡിസൈഡ് ചെയ്യുന്നത് ഈ ജോയിൻ ചെയ്യേണ്ട വെൽഡ് പ്ലേസിൻ്റെ തിക്നെസ്സും അതിലെ മെറ്റീരിയലും അതൊക്കെ അങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ ബേസ് ചെയ്താണ് എത്ര ഡയമീറ്ററുള്ള വയറാണ് ഇതിൽ ഉപയോഗിക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ പ്രത്യേകം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടഡ് ഇലക്ട്രോഡല്ല ഈ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്. ഈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത് കോട്ടഡ് ഇലക്ട്രോഡല്ല, ബെയർ ഇലക്ട്രോഡാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിലൊക്കെ കോട്ടിംഗ് ഉള്ള ഇലക്ട്രോഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതേസമയം നമ്മുടെ ഈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് അല്ലെങ്കിൽ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിൽ ഈ ഒരു കോട്ടിങ്ങും ഇല്ലാത്ത, അതായത് ബെയർ ഇലക്ട്രോഡാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോട്ടിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഷീൽഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇവിടെയും ഷീൽഡ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഇലക്ട്രിക് ആർക്ക്. ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം സാധാരണ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആദ്യം ഈ ഇലക്ട്രോഡ് കൊണ്ട് ഈ വർക്ക് പീസിനോട് ടച്ച് ചെയ്യുന്നു, എന്നിട്ട് ഒരു ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്യാപ്പിലൂടെ ആയിരിക്കും ഈ ഇലക്ട്രോഡിൽ നിന്ന് വർക്ക് പീസിലോട്ട് കറണ്ട് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ട് ജമ്പ് ചെയ്യുന്നതാണ് ആർക്കായിട്ട് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു ഷീൽഡ് ഉണ്ടാകുന്നുണ്ട്.
നമ്മുടെ കോട്ടഡ് ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കോട്ടിങ്ങിനുള്ള ഫ്ലക്സ് മെൽറ്റായാണ് ഇവിടെ ഷീൽഡ് ഫോമായി വരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ബെയർ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്, കോട്ടിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് മെൽറ്റ് ചെയ്ത് ഷീൽഡ് ഫോം ചെയ്യാനായിട്ട് ഇവിടെ കോട്ടിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഷീൽഡായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള എയർ നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യും. ആ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനേർട്ട് ഗ്യാസസിനെയാണ്. ഇങ്ങനെ എക്സ്ട്രാ ഷീൽഡായിട്ട് ഫോം ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഇനേർട്ട് ഗ്യാസ് സാധാരണ ആർഗൺ അല്ലെങ്കിൽ ഹീലിയമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇവിടെ ആർഗൺ മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ള ഫിഗറിൽ, പക്ഷേ ആർഗണും ഹീലിയം ഉപയോഗിക്കും. നമ്മളിവിടെ ഉപയോഗിക്കുന്ന വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ എന്താണോ അതിനെ ബേസ് ചെയ്താണ് ഏത് ഇനേർട്ട് ഗ്യാസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഒന്നുകിൽ ആർഗൺ ആവാം, അല്ലെങ്കിൽ ഹീലിയം ആവാം, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെയുള്ള മിക്സർ ആയിരിക്കും ഇവിടെ ഗ്യാസായിട്ട് ഈ ഷീൽഡായിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഗ്യാസായിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ചില മെറ്റീരിയലിന് വേണ്ടി ഈ ഇനേർട്ട് ഗ്യാസിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വരെ യൂസ് ചെയ്യാറുണ്ട്. അത് ചില കേസിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ മെജോറിറ്റി ആയിട്ടും ഈ രണ്ട് ഇനേർട്ട് ഗ്യാസിൽ ആർഗണും ഹീലിയവും, ഇതിൽ ഈ രണ്ട് ഇനേർട്ട് ഗ്യാസിൽ ഏതെങ്കിലും ഒരെണ്ണോ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള മിക്സ്ചറോ ആയിരിക്കും ഇനേർട്ട് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇനേർട്ട് ഗ്യാസ് പ്രൊവൈഡ് ചെയ്താണ് ഇവിടെ ഒരു ഷീൽഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഒരു എൻവലപ്പ്, ഈ ആർക്കിനെ അറ്റ്മോസ്ഫിയറിലുള്ള കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു എൻവലപ്പ് പോലെ അല്ലെങ്കിൽ ഷീൽഡ് പോലെ ആക്ട് ചെയ്യാനായിട്ട് ഇനേർട്ട് ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇനേർട്ട് ഗ്യാസ് എത്ര ക്വാണ്ടിറ്റി ഇതിലോട്ട് കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതും ഈ വെൽഡിങ്ങിൻ്റെ സ്പീഡും ഈ വർക്ക് പീസിൻ്റെ തിക്നെസ്സും പിന്നെ എത്ര സ്പീഡിലാണ് ഈ വെൽഡിങ്ങിനുള്ള ഇലക്ട്രോഡ് വയർ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതും അതിൻ്റെ ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് എത്ര ക്വാണ്ടിറ്റി ഇനേർട്ട് ഗ്യാസ് ഇത് ഈ ഷീൽഡായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ് അല്ലെങ്കിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് കോട്ടിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. കോട്ടിംഗ് ഒന്നും ഇല്ലാത്ത ബെയർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ വളരെ ലെങ്തി ആയിട്ടുള്ള ഇലക്ട്രോഡായിരിക്കും. റോളേഴ്സ് ഉപയോഗിച്ച് ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ താഴോട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഗ്യാസ് ഷീൽഡ് ഫോം ചെയ്യാനായിട്ട് ഇനേർട്ട് ഗ്യാസസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ടങ്സ്റ്റൻ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിലും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ ടങ്സ്റ്റൻ ഇലക്ട്രോഡ് ഉപയോഗിക്കും. ഈ ആർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇനേർട്ട് ഗ്യാസിനെ പ്രൊവൈഡ് ചെയ്യും. അവിടെ ഈ ഇതേപോലെ ആർഗണും ഹീലിയം ഒക്കെ തന്നെയാണ് ഇനേർട്ട് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്, മിഗ് വെൽഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ DC റിവേഴ്സ് കറണ്ടാണ് ഈ വെൽഡിങ്ങിന് വേണ്ടി ബേസിക്കലി യൂസ് ചെയ്യുന്നത്. മിക്കവാറും മെജോറിറ്റി കേസസിലും DC കറണ്ട് തന്നെ, DCയിൽ റിവേഴ്സ് പോളാരിറ്റി ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ചില കേസസിൽ, അതായത് ചില മെറ്റീരിയൽസ് വെൽഡ് ചെയ്യാൻ മാത്രം DC സ്ട്രെയിറ്റ് പോളാരിറ്റി യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ മെജോറിറ്റി കേസസിലും DC റിവേഴ്സ് പോളാരിറ്റിയിലായിരിക്കും നമ്മൾ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിൽ നമ്മളൊരിക്കലും AC ഉപയോഗിച്ച് വെൽഡ് ചെയ്യത്തില്ല. DC മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, AC ഉപയോഗിക്കാറില്ല. ശ്രദ്ധിക്കുക, AC ഉപയോഗിക്കത്തില്ല, DC മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതിൽ തന്നെ റിവേഴ്സ് പോളാരിറ്റി ആയിരിക്കും മെജോറിറ്റി കേസസിലും യൂസ് ചെയ്യുന്നത്. ചില സിറ്റുവേഷനിൽ മാത്രം DC സ്ട്രെയിറ്റ് പോളാരിറ്റി യൂസ് ചെയ്യും. ഈ ഒരു പോയിൻറ്റും കൂടെ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സാമിന് 10 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടെ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും സത്യം പറഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് എഴുതാവുന്നതേ ഉള്ളൂ, അല്ലാതെ കാണാതെ പഠിച്ചുകൊണ്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ആദ്യം നമുക്ക് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിഗറും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഒന്ന്, എക്യുപ്മെൻറ്റ് കോസ്റ്റ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കണമല്ലോ. നമ്മുടെ സാധാരണ ആർക്ക് വെൽഡിംഗ് ആണെങ്കിൽ ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമർ വേണം, പിന്നെ കുറച്ച് ഇലക്ട്രോഡ് വേണം, പിന്നെ ഇലക്ട്രോഡ് ഹോൾഡർ വേണം. ഇത്തരം സാധനങ്ങളൊക്കെ മതി. പക്ഷേ അതേസമയം ഈ ടൈപ്പിലാണെങ്കിൽ, ഈ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിലാണെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കണം. മാത്രമല്ല കറക്റ്റ് ആയിട്ട് ഈ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഈ ഇലക്ട്രോഡ് താഴോട്ട് മൂവ് ചെയ്യാനുള്ള സെറ്റപ്പ് അറേഞ്ച്മെൻ്റ് എല്ലാം വേണം. ഇനേർട്ട് ഗ്യാസ് കറക്റ്റ് ക്വാണ്ടിറ്റിയിലോട്ട്, ചുമ്മാ ഇനേർട്ട് ഗ്യാസ് അടിച്ച് കയറ്റി ഹൈ പ്രഷറിൽ അടിച്ച് കയറ്റി ഇങ്ങോട്ട് വിടാനൊക്കത്തില്ല. അതിനും പ്രത്യേകം ക്വാണ്ടിറ്റി, മെഷർ ചെയ്ത ക്വാണ്ടിറ്റിയാണ് ഈ ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇനേർട്ട് ഗ്യാസിന് ഫീഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്യാനും മറ്റും ഈ ഒരു അറേഞ്ച്മെൻറ്റിന് കുറച്ച് കോസ്റ്റ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെൽഡിംഗ് പ്രോസസ്സിനും കോസ്റ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റിനും കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ അല്ല. നമ്മുടെ സാധാ വെൽഡിംഗ് പ്രോസസ്സാണെങ്കിൽ, സാധാരണ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണെങ്കിൽ അത് പോർട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണെന്ന് പറയാം. നമ്മൾ ഓട്ടോറിക്ഷയിൽ ആ വെൽഡിംഗ് ട്രാൻസ്ഫോമറൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വീടുകളിൽ വെച്ചിട്ട് തന്നെ അവർ ചെയ്യുന്നത് കാണാം. പക്ഷേ ഇവിടെയാണെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് അല്ല ഇതെന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഫിക്സഡ് ആയിട്ടിരിക്കും, ഏതെങ്കിലും റൂമിൽ, വെൽഡിംഗ് റൂമിലൊക്കെ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന അറേഞ്ച്മെൻറ്റാണ് ഈ കൊടുത്തിരുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്.
അതുപോലെ തന്നെ ഇത് ഔട്ട്ഡോഴ്സിൽ നമുക്കിത് ഉപയോഗിച്ച് വെൽഡിങ്, ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് വെൽഡിങ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഔട്ട്ഡോഴ്സിൽ കാറ്റൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. അറിയാമല്ലോ, പുറത്ത് വെച്ചാണ് വെൽഡിങ് ചെയ്യുന്നതെങ്കിൽ കാറ്റ്, വിൻഡൊക്കെ വരാനുള്ള സാധ്യത, കാറ്റൊക്കെ അടിക്കുന്നത്. അപ്പം ചെറുതായിട്ടൊരു കാറ്റ് അടിച്ചാൽ തന്നെ ഈ ഇനേർട്ട് ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഷീൽഡ് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ചെറുതായിട്ട് കാറ്റടിച്ചാൽ മതി ഈ ഷീൽഡ് ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഷീൽഡ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ഈ ആർക്കും അത് എഫക്റ്റ് ആവും. ആർക്ക് സ്റ്റേബിളായിട്ട് കിട്ടത്തില്ല, മാത്രമല്ല കണ്ടാമിനേഷനൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അധികം കാറ്റൊന്നും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ച് നമുക്ക് ഈ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു റൂമിൻ്റെ അകത്ത് വെച്ച് ഈ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യാനൊക്കത്തുള്ളൂ. ഔട്ട്ഡോറിൽ വെച്ച് ഈ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അതേസമയം ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച വെൽഡിംഗ് പ്രോസസ്സിനേക്കാളും, സാധാരണയുള്ള നോർമലായിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്സിനേക്കാളും വളരെ ഫാസ്റ്റാണ് ഈ മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയാം. വളരെ ഫാസ്റ്റായിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്സാണ്. നമ്മുടെ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിനേക്കാളും ഫാസ്റ്റാണ് ഈ പ്രോസസ്സ് എന്ന് പറയാം. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സിനേക്കാളും വളരെ ഫാസ്റ്റാണ് ഈ മെറ്റൽ ഇനേർട്ട് ഗ്യാസ്. അത് മാത്രമല്ല സാധാരണ വെൽഡിംഗ് പ്രോസസ്സിനേക്കാളും ഫാസ്റ്റാണ്. പിന്നെ വളരെ തിക്നെസ് ഉള്ള പ്ലേറ്റ് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സാധാരണ വെൽഡിംഗ് പ്രോസസ്സിലാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വർക്ക് പീസിൻ്റെ തിക്നെസ് കുറച്ച് ലിമിറ്റഡ് ആണ്. ഒരുപാടൊരു 50 സെൻറ്റിമീറ്ററുള്ള, 50 mm അല്ല, 50 സെൻറ്റിമീറ്ററുള്ള വർക്ക് പീസൊന്നും വെച്ചൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ തിക്നെസ് കൂടിയ വർക്ക് പീസുകളൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കാം. 50 സെൻറ്റിമീറ്റർ ഉള്ളത് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല, പക്ഷേ എന്നാലും സാധാരണ തിക്നെസ് കൂടിയ വർക്ക് പീസ് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തിക്നെസ് കൂടിയ പ്ലേറ്റ് നമുക്കിത് ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ ഈ കോട്ടിംഗ് ഒന്നും ഇല്ല എന്ന്, അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ലാഗ് എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. നമ്മുടെ മറ്റേ പ്രോസസ്സിലാണെങ്കിൽ ഈ വെൽഡിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ സ്ലാഗ് അങ്ങ് അടിഞ്ഞുകൂടും. അത് കഴിഞ്ഞ് പിന്നെ അതിനെ റിമൂവ് ചെയ്യണം എന്നൊരു പ്രോസസ്സൊക്കെ ഉണ്ട്. പക്ഷേ ഈ കേസിലാണെങ്കിൽ നമ്മൾ സ്ലാഗ് ഒന്നും ഉപയോഗിക്കുന്നതേ ഇല്ല. മാത്രമല്ല ഫ്ലക്സ് ഒന്നും മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ പുറത്തോട്ട് വീഴണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ലാഗ് എന്ന് പറയുന്ന ആ സംഭവം മുകളിലൊരു ലെയർ പോലെ കിടക്കുക എന്നൊരു സംഭവമൊന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ ആ സ്ലാഗ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന ജോലിയും ഈ ഒരു പ്രോസസ്സിലില്ല. പിന്നെ ഈ ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റേ വെൽഡിംഗ് പ്രോസസ്സിനാണെങ്കിൽ, മുമ്പ് പഠിച്ച വെൽഡിംഗ് പ്രോസസ്സിനാണെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഹൈ ക്വാളിറ്റി വെൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ സ്കിൽഡ് ലേബറിൻ്റെ അധികം ആവശ്യമില്ല. മറ്റേതാണെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും വെൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. സ്കില്ലും പ്രാക്ടീസും ഉള്ള ഒരു ലേബറിനെ കൊണ്ടേ ആ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യാനൊക്കത്തുള്ളൂ. പക്ഷേ ഇവിടെയാണെങ്കിൽ കുറേയൊക്കെ ഓട്ടോമേറ്റഡ് ആണ്, കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ്, അല്ലെങ്കിൽ മെഷീൻ കൺട്രോൾഡ് ആണെന്നൊക്കെ പറയാം. അതുകൊണ്ട് ഈ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യാനായിട്ട് വലിയ സ്കില്ലുള്ള വർക്കൊന്നും ആവശ്യമൊന്നുമില്ല. കാരണം ഈ എക്യുപ്മെൻ്റ് എല്ലാം ഒന്നുകിൽ കമ്പ്യൂട്ടർ കൺട്രോൾഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ കൺട്രോൾഡ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് വലിയ സ്കില്ലുള്ള ലേബർ വേണമെന്നില്ല. സെമി സ്കിൽഡ് ലേബറിനെ കൊണ്ടും ഈ വെൽഡിംഗ് പ്രോസസ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടെ ലിസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ഫിഗറിന് പകരം ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാം. ഇത് ഞാൻ വേറൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഫിഗറാണ്. സംഭവം സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരു ഫിഗറും വരച്ച് നമുക്ക് ഈ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതും മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് തന്നെയാണ്, സെയിം സംഭവം തന്നെയാണ്, ഫിഗർ മാറ്റമാണെന്നേ ഉള്ളൂ. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നോക്കി, ഇതാണ് ഇലക്ട്രോഡ് വയർ, അതായത് ഇലക്ട്രോഡ് അത് വയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള വയറാണ്. റോളറും കഴിഞ്ഞ് പിന്നെയും മുകളിലോട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിരിക്കും. ഈ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച്, ഈ ഇലക്ട്രോഡ് വയർ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് അത് താഴോട്ട് റോളേഴ്സ് ഉപയോഗിച്ച് താഴോട്ട് ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇനേർട്ട് ഗ്യാസസും ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഇനേർട്ട് ഗ്യാസസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ മെറ്റൽ ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫോമും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.